വിശദമായ വാർത്തകളിലേക്ക്. കൈത്തറി മേഖലയെ സംരക്ഷിക്കുക എന്നത് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണെന്ന് മന്ത്രി വി എൻ വാസവൻ. ഇതിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്നും മന്ത്രി പറഞ്ഞു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേളയുടെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനം ബേക്കർ ജംഗ്ഷനിലെ ഖാദി ഗ്രാമ സൗഭാഗ്യ അങ്കണത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തൊട്ടാകെ ഏറ്റവും നല്ല നിലയിൽ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണത്തോടുകൂടി ഇന്ന് ഖാദി വസ്ത്രങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങളിൽ പ്രധാന സ്ഥാനമുള്ള ഈ മേഖലയെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് ആകാവുന്നതെല്ലാം ചെയ്തുകൊണ്ട് 30% ബഡ്ജറ്റോടുകൂടി ഉപഭോക്താക്കൾക്ക് ഏറ്റവും മനോഹരവും ആകർഷകമായ വൈവിധ്യങ്ങളുള്ള വസ്ത്രങ്ങളുടെ കൂടിയാണ് ഇപ്രാവശ്യത്തെ മേളകൾ സമാരംഭിച്ചിരിക്കുന്നത്. ഞാനിത് 2ാമത്തെ മേളയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കോട്ടയത്ത് എല്ലാ കാലഘട്ടത്തിലും ഈ മേളയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഈ വർഷവും ഏറ്റവും വിജയകരമായി ഈ ഖാദി വസ്ത്രങ്ങളുടെ വിപണനം പൂർണ്ണതയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ അഡ്വാൻസായി നേർന്ന് ഈ മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. വൈവിധ്യമാർന്ന ഖാദി ഉൽപ്പന്നങ്ങളാണ് ഖാദി ബോർഡ് വിപണിയിൽ എത്തിച്ചിട്ടുള്ളതെന്നും ഗുണമേന്മയാർന്ന വസ്ത്രങ്ങൾ വിലക്കിഴിവിൽ ലഭ്യമാക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഉദ്ഘാടന യോഗത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു ഡിസൈനർ വസ്ത്രങ്ങളുടെ പുറത്തിറക്കൽ ചടങ്ങ് നിർവഹിച്ചു. ജില്ലാ കളക്ടർ ജോൺ വി സാമുവേൽ ആദ്യ വിൽപ്പന നടത്തി. നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ, ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് അംഗങ്ങളായ KS രമേശ് ബാബു, സാജൻ തൊടുകയിൽ, കോട്ടയം ഭവൻ ഡയറക്ടർ B വിന്ധ്യ, പ്രോജക്ട് ഓഫീസർ MV മനോജ് കുമാർ എന്നിവർ പങ്കെടുത്തു. നഗരസഭാ അംഗം സിൻസി പാറയിൽ സമ്മാന കൂപ്പന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഖാദി ഓണം മേള സെപ്റ്റംബർ 14 വരെ നടക്കും. നെല്ല് സംഭരണത്തിൽ സംസ്ഥാന സർക്കാരിന് ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. കേന്ദ്രവിഹിതം ലഭിക്കാത്തതാണ് കർഷകർക്ക് നെല്ലുവില നൽകുവാൻ വൈകുന്നതെന്ന സംസ്ഥാന സർക്കാരിന്റെ വാദത്തിൽ കഴമ്പില്ലെന്നും കൊടിക്കുന്നിൽ പറഞ്ഞു. കേന്ദ്രവിഹിതമായ 637 കോടി രൂപ നൽകാത്തതിനെക്കുറിച്ച് താൻ ലോക്സഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി പ്രഹ്ലാദ് ജോഷി നൽകിയ മറുപടിയിൽ തുക തടഞ്ഞുവെച്ചിരിക്കുന്നതിനുള്ള കാരണം വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നെല്ല് സംഭരണത്തിൽ സംസ്ഥാന സർക്കാരിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നുള്ള ആരോപണം നേരത്തെ ഞാൻ ഉന്നയിച്ചിരുന്നു. മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനാണ് നെല്ല് സംഭരിക്കുന്നത്. സംഭരിച്ച നെല്ലിന്റെ പണം കർഷകർക്ക് സമയബന്ധിതമായി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ആക്ഷേപം. അപ്പോൾ അത് കർഷകരെ സംബന്ധിച്ചാണ് നെല്ലിന്റെ വില കിട്ടിയാൽ 3 ആഴ്ചയ്ക്കും അല്ലെങ്കിൽ 15 ദിവസത്തിനകം അതിന് വില കൊടുക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ PRS വായ്പ കൊടുക്കണം എന്നൊക്കെയുള്ള തീരുമാനം വന്നിട്ടുണ്ട്. അത് കിട്ടാതെ പോകുന്നതിന് കാരണം ഈ വിഷയത്തിൽ ഞാൻ ഈ 18 ദിവസം MP ആയ ശേഷം ഈ നെല്ലിന്റെ വില കർഷകർക്ക് കൃത്യമായി കിട്ടാത്തതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാനം പറയും കേന്ദ്രം തരാത്തതുകൊണ്ടാണ്, കേന്ദ്രവിഹിതം കിട്ടാത്തതുകൊണ്ടാണ്. കേന്ദ്രം പറയും സംസ്ഥാനം സമയത്ത് ഇതിന്റെ കാര്യങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഭക്ഷ്യ സിവിൽ സപ്ലൈ മന്ത്രിക്ക് ഒരു കത്ത് കൊടുക്കുകയും വിഷയം പാർലമെന്റ് ഉന്നയിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി നൽകിയ മറുപടി ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പൊതുവിതരണ സംവിധാനത്തിലെ ഭക്ഷ്യധാന്യ വിതരണം ഡീസെൻട്രലൈസ്ഡ് പ്രൊക്യർമെന്റ് മോഡ് പ്രകാരം സംസ്ഥാന സർക്കാരാണ് നടത്തേണ്ടത്. ശേഷം ഭക്ഷ്യധാന്യങ്ങൾ പൊതുവിതരണ ശൃംഖല വഴി ഗുണഭോക്താക്കൾക്ക് നൽകുകയും ഇവയ്ക്കുണ്ടായ ചിലവുകൾ ഇംബേഴ്സ്മെന്റ് ഇനത്തിൽ കേന്ദ്ര സർക്കാരിലേക്ക് സമർപ്പിക്കുകയും ചെയ്യണം. അതുകൊണ്ട് തന്നെ നെല്ല് സംഭരിക്കുമ്പോൾ കർഷകർക്ക് പണം നൽകേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമാണ്. ബില്ലുകൾ കേന്ദ്ര സർക്കാരിലേക്ക് അയക്കുമ്പോൾ നൽകേണ്ട വിനിയോഗം സംബന്ധിച്ചിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ടുകൾ 2016-17 സാമ്പത്തിക വർഷത്തിലാണ് കേരള ഗവൺമെൻറ് കേന്ദ്രത്തിലേക്ക് അവസാനമായി നൽകിയിട്ടുള്ളത്. 2017-18 സാമ്പത്തിക വർഷം മുതൽ 2023-24 സാമ്പത്തിക വർഷം വരെയുള്ള ഓഡിറ്റ് റിപ്പോർട്ടുകൾ നാളിതുവരെ നൽകുവാൻ സംസ്ഥാന സർക്കാരിനായിട്ടില്ല. സംസ്ഥാന സർക്കാരിൻ്റെ ഗുരുതര വീഴ്ചയും അനാസ്ഥയും മൂലം 637 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ തടഞ്ഞുവെച്ചിരിക്കുന്നത്. കേന്ദ്രമന്ത്രിയുടെ ഈ വിശദീകരണത്തിൽ പിഴവുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ അത് വ്യക്തമാക്കണമെന്നും കൊടിക്കുന്നിൽ സുരേഷ് ആവശ്യപ്പെട്ടു. അശാസ്ത്രീയമായ ചെങ്ങന്നൂർ മാസ്റ്റർ പ്ലാൻ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് BJP ശക്തമായ സമരത്തിലേക്ക്. പാർട്ടി ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ ഉപവാസ സമരം നടത്തി.
മുൻ MLA PC ജോർജ് സമരപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പാർട്ടിയുടെ മാന്നാർ മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറി രമേശ് പെരിശ്ശേരി അവർക്ക് ഷാൾ അണിയിക്കുന്നു. അശാസ്ത്രീയമായിട്ടാണ് നഗരസഭ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത്. ജനങ്ങളോട് വാർഡ് സഭകളിൽ ചർച്ച ചെയ്യാതെ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാനാണ് UDF നേതൃത്വം കൊടുക്കുന്ന നഗരസഭാ ഭരണസമിതി ശ്രമിക്കുന്നത്. ചർച്ച ചെയ്ത് സാങ്കേതിക പരിജ്ഞാനമുള്ളവരെ കൂട്ടി നഗരസഭയിലെ സ്ഥലങ്ങളെപ്പറ്റി പഠിച്ച് BJP ബദൽ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കുമെന്ന് PC ജോർജ് പറഞ്ഞു. മുല്ലപ്പെരിയാർ ഡാം സംബന്ധിച്ച് കമ്മിറ്റിയുടെ ആഘാത പഠന റിപ്പോർട്ട് പുറത്തുവിടാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് PC ജോർജ് യോഗത്തിൽ ആവശ്യപ്പെട്ടു. 130 വർഷമായ മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമാണെന്ന് പറയാൻ ആർക്ക് കഴിയുമെന്നും അദ്ദേഹം ചോദിച്ചു. പുതിയ ഡാം പണിയണം എന്ന് സ്ഥലം കണ്ടെത്തി അതിന്റെ നടപടികൾ ആരംഭിച്ചിട്ട് ഇപ്പോഴും ആ ഡാം പണി നടക്കുന്നില്ല. അതിനുവേണ്ടി സംസാരിക്കാൻ ആളുമില്ലാത്ത നിലയാണ്. ഒരു ഡാമിന് ബ്രേക്ക് ഉണ്ടായാൽ എന്ത് സംഭവിക്കുമെന്നറിയാൻ ഒരു വിദഗ്ധ സമിതിയെ റൂർക്കി അവിടെ നിയോഗിച്ചു. ആ നിയോഗിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട് പൂർണ്ണമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ ചെങ്ങന്നൂരും ഡാം തകർന്നാൽ അതിന്റെ വേദന അനുഭവിക്കുന്ന ജനങ്ങളായി മാറും. ആ ആഘാത പഠന കമ്മിറ്റിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രി കൈവശമുണ്ടല്ലോ. അദ്ദേഹം തന്റെ ഇടമുണ്ടെങ്കിൽ അത് പുറത്തു വരട്ടെ, അത് പ്രസിദ്ധീകരിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞ സത്യം നിങ്ങൾക്ക് മനസ്സിലാവും. അത് അവിടെ മാത്രമല്ല, നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപകടമുണ്ടായാൽ ഇടുക്കി, കോട്ടയം, എറണാകുളം, പത്തനംതിട്ട, ആലപ്പുഴ 5 ജില്ലകൾക്ക് ഒരു കാരണവശാലും പരിഹരിക്കാൻ കഴിയാത്തത്ര വലിയ നാശനഷ്ടമുണ്ടാകുമെന്നാണ് ആഘാത പഠന കമ്മിറ്റി റിപ്പോർട്ട് എഴുതി വച്ചിരിക്കുന്നത്. ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് കാരക്കാട് അധ്യക്ഷനായിരുന്നു. നാഷണൽ കൗൺസിൽ മെമ്പർ KS രാജൻ, ദക്ഷിണ മേഖലാ സെക്രട്ടറി B കൃഷ്ണകുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറി ബിമൽ രവീന്ദ്രൻ, ജില്ലാ ട്രഷറർ KG കർത്ത, നേതാക്കളായ സജു ഇടക്കല്ലിൽ, അനീഷ് മുളക്കുഴ, ഗീത അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ CPIM ചമ്പക്കുളം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മങ്കൊമ്പ് ജംഗ്ഷനിൽ ചായക്കട പ്രവർത്തനം ആരംഭിച്ചു. കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാനാണ് തീരുമാനം. കുട്ടനാട് MLA തോമസ് K തോമസ് ചായക്കടയുടെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റും എല്ലാ പ്രിയപ്പെട്ടവരും നാട്ടുകാരും അതിനകത്ത് ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും കൈകോർത്ത് ഒരുമിച്ചാണ് മുന്നേറുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും വയനാട് അതിജീവനത്തിലേക്ക് കടന്നു വരുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ സമയമെടുക്കും. എന്നാലും ചെറിയ തോതിലാണെങ്കിലും കുട്ടനാട് നമ്മളെ കൊണ്ടാവുന്നത് ചെയ്യുക. അപ്പോൾ നമ്മുടെ പണ്ട് പുരാണങ്ങളിൽ പറയുന്ന പോലെ അണ്ണാറക്കണ്ണനൻ തന്നാലായതെന്ന് പറയുന്ന പോലെ നമ്മളെ ആകുന്ന രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യുക. അത് ചെറിയ തോതിലായാലും വലിയ തോതിലായാലും വലിയ കാര്യമാണ്. അതൊരിക്കലും നഷ്ടമാകത്തില്ല. അത് എഴുതപ്പെടുന്നതാണ്. കാരണം വളരെ നല്ല രീതിയിൽ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവസന്നിധി കുറിക്കപ്പെടുന്ന കാര്യമാണ്. കാരണം അവരുടെ സങ്കടത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുകയും അവർക്ക് ഒരു കൈത്താങ്ങായി മാറുവാൻ തക്കവണ്ണം ഞങ്ങളൊരു സംഭവം അല്ലെങ്കിൽ ഒരു ചെറിയ ചായക്കുടിയ നടത്തി അതിനകത്ത് കിട്ടുന്ന എല്ലാ സമ്പാദ്യങ്ങളും അങ്ങോട്ട് കൊടുക്കുവാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ കൊടുക്കാൻ കാണിക്കുന്ന നിങ്ങൾ കാണിക്കുന്ന മനസ്സ് അത് ഏറ്റവും പ്രശംസനീയമാണ്. ഉദ്ഘാടന യോഗത്തിൽ CPIM ചമ്പക്കുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KG അരുൺകുമാർ അധ്യക്ഷനായിരുന്നു. തകഴി ഏരിയ സെക്രട്ടറി KS അനിൽകുമാർ, TG ജലജകുമാരി, രജനി അജിത് കുമാർ, KP അഭിലാഷ്, ബീന സാബു, KN ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ചായക്കടയിലെ ഒരു ദിവസത്തെ വിറ്റുവരവ് വയനാടിന് കൈത്താങ്ങാകുവാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുവാൻ തീരുമാനിച്ചപ്പോൾ ലഭ്യമായത് 18,000 രൂപ. കടയുടമകളായ രാമങ്കരിയിലെ ശ്യാം മോഹനും ഭാര്യ പൊന്നമ്പിളിയും തുക ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന് കൈമാറി. രാമങ്കരിയിലെ ഒരു ചെറിയ ചായക്കടയാണ് വൈമാസ് ബജിക്കട എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ ചായയും കാപ്പിയും ബജി ഉൾപ്പെടെയുള്ള പൊരി പലഹാരങ്ങളുമാണ് വിൽക്കുന്നത്. വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് എങ്ങനെ ഒരു കൈസഹായം നൽകാം എന്ന ശ്യാം മോഹൻ്റെയും ഭാര്യ പൊന്നമ്പിളിയുടെയും ആലോചനയുടെ ഫലമായിരുന്നു തങ്ങളുടെ കടയിൽ ഒരു ദിവസം വിറ്റ് കിട്ടുന്ന തുക. ഓർക്കുക, ലാഭമല്ല, വിറ്റ് കിട്ടുന്ന തുക അതത്രയും ചെലവും അധ്വാനവുമെല്ലാം വയനാടിന് നൽകുക എന്നത്.
ചായയും കടിയും കൊടുത്തപ്പോൾ അത് സ്വീകരിച്ചവർ കടയിൽ വച്ചിരുന്ന ഒരു ബോക്സിലേക്ക് പണം നിക്ഷേപിക്കുകയായിരുന്നു. സുമനസ്സുകളായ നിരവധി പേരാണ് ശ്യാം മോഹൻ്റെ നന്മ നിറഞ്ഞ പ്രവർത്തനത്തിന് പിന്തുണയുമായി എത്തിയത്. വാങ്ങിയ സാധനത്തിൻ്റെ വിലയേക്കാൾ അധികം ബോക്സിൽ നിക്ഷേപിച്ചവരും നിരവധിയായിരുന്നു. ഏതായാലും കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ 11 മുതൽ വൈകുന്നേരം 7 വരെ കച്ചവടം നടത്തിയപ്പോൾ കിട്ടിയ തുക നാട്ടുകാർ സമക്ഷം എണ്ണി തിട്ടപ്പെടുത്തി 18,000 രൂപ. ഈ തുകയാണ് DDI ശ്യാം മോഹനും ഭാര്യ പൊന്നമ്പിളിയും കളക്ടറേറ്റിലെത്തി കളക്ടർ അലക്സ് വർഗീസിന് തിങ്കളാഴ്ച കൈമാറിയത്. രാമഗിരി പഞ്ചായത്ത് പ്രസിഡന്റ് R. രാജുമോൻ, ഗ്രാമപഞ്ചായത്ത് അംഗം സരൺകുമാർ എന്നിവരും കളക്ടറേറ്റിൽ എത്തിയിരുന്നു. വയനാട് ദുരന്തത്തിന് കൈത്താങ്ങുന്ന രീതിയിൽ ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്കിൽ രാമഗിരി കിഫ്ബിയുടെ ബാങ്കിൻ്റെ വാർഡിൽ ഒരു ബജിക്കട നടത്തി ഉപജീവനം നടത്തുന്ന ശ്യാമും കുടുംബവും വയനാടിൻ്റെ ദുഃഖത്തിൽ പങ്കുവരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തെ വരുമാനം വയനാടിൻ്റെ ദുരിതാശ്വാസ ആശ്വാസമായി നൽകുകയാണ്. ആ ശ്യാമിൻ്റെ പ്രവൃത്തി ഈ നാടിൻ്റെ ഒരു മാതൃകയായി തീരട്ടെ. അതിന് ഞങ്ങൾ കളക്ടറിൻ്റെ എത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ ചേർന്നിരിക്കുന്നത്. ദിവസം ഒരു വരുമാനം എന്ന് പറഞ്ഞാൽ 18,000 രൂപയുണ്ട്. ആ തുക ബഹുമാനപ്പെട്ട കളക്ടറെ എത്തിച്ചുകൊണ്ട് വയനാടിനൊരു കൈത്താങ്ങായി ശ്യാമും കുടുംബവും നടത്തുന്ന ഈ പ്രവൃത്തിക്ക് രാമഗിരി ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലും നിശ്ചയമായ നന്ദി രേഖപ്പെടുത്തി. ശ്യാം മോഹനും ഭാര്യയും കഴിഞ്ഞ വെള്ളിയാഴ്ച നടത്തിയ കച്ചവടത്തിൻ്റെ പ്രത്യേകതകൾ KCV ന്യൂസ് വാർത്തയാക്കി സംപ്രേഷണം ചെയ്തിരുന്നു. സംസ്ഥാന സർക്കാരിനെതിരെ UDFും BJPയും തെറ്റിദ്ധാരണ പരത്തുകയാണെന്ന ആരോപണവുമായി CPIM. ഇത് സംബന്ധിച്ച വിശദീകരണം നടത്തുന്നതിനായി പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ പുളിങ്ങുന്ന പഞ്ചായത്ത് 2ാം വാർഡിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3:30 കായൽപ്പുറം ബസ് സ്റ്റാൻഡിന് സമീപം മുൻ MP അഡ്വക്കേറ്റ് CS സുജാത ജനകീയ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ജീവിതത്തിന്റെ രണ്ടത്തിൽ കൂട്ടുമുട്ടിക്കാൻ പാടുപെടുന്ന കാലം, പണിയെടുത്താൽ കൂലി കിട്ടാതിരുന്ന കാലം, വഴി നടക്കാൻ അവകാശമില്ലാതിരുന്ന കാലം, ദൈവത്തെ ആരാധിക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലം, നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല നിലയിൽ വളർത്താൻ കഴിയാതിരുന്ന കാലം, സ്ത്രീകളുടെ മാനത്തിന് വിലയിട്ടിരുന്ന കാലം, അവിടെ നിന്ന് നമ്മൾ ഇവിടെ വരെ എത്തി. അത് നമ്മൾ ചുമ്മാ ഇങ്ങനെ എത്തിയല്ല. അതിലോരോരുത്തരുടെയും പങ്ക്. നവോത്ഥാന നായകന്മാർ നേതൃത്വം കൊടുത്ത നവോത്ഥാന പ്രസ്ഥാനം, തുടർന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം, തൊഴിലാളി കർഷക സമരങ്ങൾ, 57 നമ്മുടെ ഗവൺമെൻറ്, പിന്നീട് ഇങ്ങോട്ട് വന്നിട്ടുള്ള ഗവൺമെൻറ്റുകൾ, കൃഷി ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ, അവരെല്ലാം നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് രാജ്യത്തിൻ്റെ മുമ്പിൽ നമ്മുടെ കേരളം തല ഉയർത്തി പിടിച്ചു നിൽക്കുന്നത്. യോഗത്തിൽ സംഘാടക സമിതി ചെയർപേഴ്സൺ ലീലാമ്മ ജോസഫ് അധ്യക്ഷയായിരുന്നു. നേതാക്കളായ NB വിൻസെന്റ്, ജോസ് തോമസ്, പ്രസാദ് ബാലകൃഷ്ണൻ, KJ ജോസഫ്, ഇഗ്നേഷ്യസ് പീറ്റർ, NE സാബു, സെലിൻ PP എന്നിവർ സംസാരിച്ചു. ആദ്യകാല പാർട്ടി പ്രവർത്തകർ, യുവ കർഷകർ, കർഷക തൊഴിലാളികൾ, റിട്ടയർഡ് ജീവനക്കാർ, ആശാപ്രവർത്തകർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ജനകീയ സദസ്സിന് മുന്നോടിയായി നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള ട്രോഫികളും ക്യാഷ് അവാർഡുകളും ഇതോടൊപ്പം വിതരണം ചെയ്തു. കൽക്കട്ടയിലെ RG കർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ രാജ്യമെമ്പാടും പ്രതിഷേധം. ആലപ്പുഴ TD മെഡിക്കൽ കോളേജിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ 100 കണക്കിന് വിദ്യാർത്ഥികളും ഡോക്ടർമാരും പങ്കെടുത്തു. കേരള മെഡിക്കൽ PG അസോസിയേഷൻ്റെയും കേരള ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെയും കേരള ഹൗസ് സർജൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പരിപാടികൾ. പ്രതിഷേധ യോഗത്തിൽ ദേശീയ തലത്തിൽ വൈദ്യസേവന രംഗത്ത് സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള താൽക്കാലികവും ദീർഘകാലവുമായ നടപടികൾ എടുക്കണമെന്ന് ആവശ്യമുയർന്നു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആലപ്പുഴ ബ്രാഞ്ച് വനിതാ വിഭാഗം സെക്രട്ടറി ഡോക്ടർ ഷാലിമ കൈരളിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. KGM-CTA സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ ഷാജഖാൻ PS പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഏതിനെയും ആദ്യ ഇൻസ്റ്റൻസ് തന്നെ നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയണം. കടുത്ത ഭാഷയിൽ നോ എന്ന് പറയാൻ പഠിക്കണം. എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധരെ നമുക്ക് ഒറ്റപ്പെടുത്താൻ പറ്റുള്ളൂ. പിന്നെ ഒപ്പം ആശുപത്രി അധികാരികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ആശുപത്രി എന്ന് പറഞ്ഞാൽ വളരെ സുരക്ഷിത സോണാണ്. നമുക്കറിയാം, അവിടെ അണുബാധകളെ കൊണ്ട് പൊറുതിമുട്ടിയെടുക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ ആർക്കും എപ്പോഴും കയറാമെന്നുള്ളൊരു അവസ്ഥ ഉണ്ടാകാനേ പാടില്ല. നിങ്ങളൊരു നല്ല സ്വകാര്യ ആശുപത്രിയിൽ പോയി നോക്കണം. അവിടെ നിങ്ങൾ ഇനി ഡോക്ടറായിക്കോട്ടെ ആരുമായിക്കോട്ടെ, നിങ്ങൾ ഓരോ സ്ഥലത്തും സ്റ്റോപ്പ് ചെയ്യപ്പെടും. എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, കാർഡ് ഉണ്ടെങ്കിൽ പോലും കൂടെ ഒരാളാണോ,
എത്ര പേരുണ്ട്? ഇവിടെ അങ്ങനെയല്ല, ആർക്കും എവിടെയും കയറി ഇറങ്ങാവുന്ന ഒരു പെരുവഴി അമ്പല, ഒരു ചന്ത പോലായി മാറിയിരിക്കുകയാണ് നമ്മുടെ ആശുപത്രികളൊക്കെ. ഇതൊക്കെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഇത്തരം സാമൂഹ്യ വിരുദ്ധന്മാർ, നാട്ടിലുള്ള സാമൂഹ്യ വിരുദ്ധന്മാർക്കൊക്കെ ഒത്തുകൂടാനുള്ള ഒരു താവളമായി ആശുപത്രികൾ മാറുന്നു എന്നുള്ള ദുഃഖസത്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതിന് നമ്മൾ വേറെ ആരും, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളെ ഗവൺമെൻറ്റൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കാം, എങ്കിലും ഗവൺമെൻറ് പ്രൊട്ടക്റ്റ് ചെയ്യും അല്ലെങ്കിൽ മറ്റുള്ളവർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ തന്നെ അതിശക്തമായി മുന്നോട്ട് പോകണം. ശ്വാസകോശ വിഭാഗം തലവൻ ഡോക്ടർ ബി ജയപ്രകാശ്, വൃക്കരോഗ വിഭാഗം മേധാവി ഡോക്ടർ ഗോമതി എസ്, KMPGA പ്രതിനിധികളായ ഡോക്ടർ ജസ്ന, ഡോക്ടർ ജാദവ്, ഡോക്ടർ ആര്യ, KHSA പ്രതിനിധി ഡോക്ടർ യാസിൻ, വിദ്യാർത്ഥി യൂണിയൻ വൈസ് ചെയർപേഴ്സൺ സവ്യ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. ഭക്ഷ്യ സംരംഭങ്ങളും സ്ഥാപനങ്ങളും നടത്തുന്നവർക്കായി അമ്പലപ്പുഴ നിയോജക മണ്ഡലം പരിധിയിൽ ലൈസൻസ് രജിസ്ട്രേഷൻ മേള സംഘടിപ്പിച്ചു. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച മേളയിൽ അമ്പലപ്പുഴ നിയോജക മണ്ഡലം പരിധിയിലുള്ള വ്യാപാരികളും സംരംഭകരുമാണ് പങ്കെടുത്തത്. ഇന്ന് നമ്മൾ ഇവിടെ NGO യൂണിയൻ ഹാളിൽ വെച്ച് വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടി നമ്മൾ ലൈസൻസ് രജിസ്ട്രേഷൻ മേളയും അതിനോടൊപ്പം തന്നെ ഭക്ഷ്യസുരക്ഷാ ട്രെയിനിങ്, അതായത് 4 സ്റ്റാർ ട്രെയിനിങ്, ഫുഡ് സേഫ്റ്റി ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ സൗജന്യമായിട്ട് ആൾക്കാർക്ക് നമ്മൾ ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നതിന് നമുക്കൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിന് 2 വർഷത്തെ കാലാവധിയാണ് ഉള്ളത്. ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമത്തെക്കുറിച്ചും അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ എന്തൊക്കെ ഹൈജീൻ റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തി ശുചിത്വത്തെക്കുറിച്ചും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചുമാണ് ഇവിടെ ട്രെയിനിങ് നടക്കുന്നത്. ഇതിൽ മെയിൻലി നമുക്ക് ഉദ്ദേശിക്കുന്ന ആളുകൾ വലിയോര തട്ടുകടകൾ നടത്തുന്നവർ, അതേപോലെ തന്നെ പച്ചക്കറി അങ്ങനെ തട്ടായിട്ട് പഴം പച്ചക്കറി വിൽക്കുന്നവർ, ഇവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ പല തട്ടുകളിലായിട്ടും നമ്മൾ ഫുഡ് സേഫ്റ്റി ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. KHRA അതായത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻകാർക്ക് കൊടുക്കുന്നുണ്ട്, ബേക്കിംഗ് ഫീൽഡിലുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്, ഹോം സ്റ്റേക്കാർക്ക് കൊടുത്തിട്ടുണ്ട്, അംഗൻവാടി വർക്കേഴ്സ്, ഹെൽപ്പേഴ്സ്, അതേപോലെ തന്നെ റീറ്റെയിലേഴ്സ്, കച്ചവടക്കാർക്ക് വേണ്ടിയിട്ടും നമ്മൾ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വഴിയോര കച്ചവടക്കാർക്കായി പരിശീലന ക്ലാസും സംഘടിപ്പിച്ചിരുന്നു. മുഹമ്മദ് ജാഫർ ക്ലാസ് നയിച്ചു. ഭക്ഷ്യസുരക്ഷാ ഓഫീസർ മീരാദേവി, ജീവനക്കാരായ S ബിജുരാജ്, സൗമ്യ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെടുമ്പ്രം ലയൺസ് ക്ലബിന്റെയും വിവിധ സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ നടത്തിയ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ശ്രദ്ധേയമായി. കുട്ടികളുടെ കണ്ണ് പരിശോധനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരുന്നു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. തിരുവല്ല SNDP യൂണിയൻ, 102 നമ്പർ SNDP ചാത്തങ്കരി ശാഖ, SNDP സ്കൂൾ, തിരുവല്ല ഐ മൈക്രോ സർജറി ആൻഡ് ലേസർ സെന്റർ എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചാത്തങ്കരി SNDP സ്കൂളിൽ ചൊവ്വാഴ്ച രാവിലെ 9:30 പെരിങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എബ്രഹാം തോമസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പലവിധമായ രോഗങ്ങളാലും അതുപോലെ തന്നെ ഒറ്റപ്പെട്ടിരിക്കുന്നവരുമൊക്കെയും മറ്റുള്ളവർക്ക് പോയി ഒരു ചികിത്സ നേടുന്നതിന് വേണ്ടി മെനക്കെടാറില്ല. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഗ്രാമപ്രദേശമായ നമ്മളുടെയും ഇതുപോലുള്ള ക്യാമ്പുകൾ വെക്കുമ്പോൾ ധാരാളം ആളുകൾ വന്നു ചേരുകയും തുടർ ചികിത്സയ്ക്കും ഒക്കെയും മറ്റും കാരണമാകുകയും ചെയ്യുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് രോഗം പ്രതിരോധിച്ചു നിർത്തുക, പിന്നെ രോഗം നമുക്കുള്ളത് ചികിത്സിച്ച് ഭേദമാകുന്ന 2 രീതിയിലൂടെ നമുക്ക് ഈ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ചികിത്സ ലഭ്യമാക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ പ്രദേശത്ത് ഇങ്ങനെയുള്ള ക്യാമ്പുകൾ വരുമ്പോൾ അതിന് പ്രത്യേകിച്ച് SNDP സ്കൂള് തെരഞ്ഞെടുപ്പ് ശാഖ ഒക്കെ ഇതിന് പിന്താങ്ങൽ നൽകുന്നതിൽ അങ്ങേയറ്റം അഭിമാനം കൊള്ളുന്നു. ഉദ്ഘാടന യോഗത്തിൽ സ്കൂൾ മാനേജർ രാധാമണി മോഹൻദാസ് അധ്യക്ഷയായിരുന്നു. നെടുമ്പ്രം ലയൺസ് ക്ലബ് പ്രസിഡന്റ് രമേശ് ബാബു കുട്ടികളുടെ കാഴ്ച പരിശോധന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന മാത്യു, ഗ്രാമപഞ്ചായത്ത് അംഗം ചന്ദ്രു S കുമാർ, ലയൺസ് ക്ലബ് സെക്രട്ടറി ബോബി സുരേഷ്, ക്യാമ്പ് കോർഡിനേറ്റർ B ശ്രീജിത്ത്, ഹെഡ് മിസ്ട്രസ് മല്ലിക, SNDP ശാഖ ആക്ടിംഗ് പ്രസിഡന്റ് ഉദയൻ, സെക്രട്ടറി ബൈജു, ഡോക്ടർ ഷൈലു എന്നിവർ സംസാരിച്ചു. നമ്മുടെ നാട്ടിലെ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളാണ് നെടുമ്പ്രം ലയൺസ് ക്ലബ്ബ് നടത്തി വരുന്നത്. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ ഒരു അന്തർദേശീയ ഇന്റർനാഷണൽ പ്രസ്ഥാനമാണ്. ലോകത്തെ ഏറ്റവും വലിയ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ. ഈ ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ ആദ്യം മുതലേ
ജനശ്രദ്ധ ആകർഷിച്ചു തുടങ്ങിയ ഈ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സയിൽ കൂടിയാണ്. രാമങ്കരി മണലാടി സെന്റ് മേരീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളിന് കൊടികയറി. തിങ്കളാഴ്ച വൈകുന്നേരം 5-ന് വികാരി ഫാദർ തോമസ് കാട്ടൂർ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. പരിശുദ്ധാത്മാവിൻ തിങ്കളാഴ്ച വൈകുന്നേരം 4:30-ന് ജപമാലയോടെയാണ് പള്ളിയിൽ കർമ്മങ്ങൾ ആരംഭിച്ചത്. കൊടിയേറ്റിന് ശേഷം മധ്യസ്ഥ പ്രാർത്ഥന, ലതീഞ്ഞ് എന്നിവ നടത്തി. 5:30-ന് അർപ്പിച്ച ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ പയസ് പാക്കള്ളിൽ CMI മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 6:30-ന് സെമിത്തേരി വെഞ്ചരിപ്പും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും നടത്തി. ഓഗസ്റ്റ് 6 മുതൽ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു. ഓഗസ്റ്റ് 15 വ്യാഴാഴ്ചയാണ് പ്രധാന തിരുനാൾ ദിനം. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6530 രൂപ, പവന് 52,240 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.